പ്രിയമുള്ളവരെ, സമസ്തയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇനിയൊരു അഭിപ്രായം പറയണമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ നാടുനീളെ അസത്യങ്ങളും കുപ്രചരണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അതുകൊണ്ട് ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്താണ് നിലവിൽ സമസ്തയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ? വളരെ കൃത്യമായി പഠിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഇതിൽ ഇപ്പോൾ പ്രശ്നക്കാരായി എപ്പോഴും വിഭാഗീയത പ്രസംഗിച്ചു കൊണ്ടേയിരിക്കുന്ന ചില എണ്ണപ്പെട്ട ആളുകളുണ്ട്. ആ എണ്ണപ്പെട്ട ആളുകളുടെ ഈഗോയാണ് ഒന്നുകിൽ സമസ്തയുടെ പ്രശ്നം. ഞാനത് മനസ്സിലാക്കുന്നത് ചില ഉദാഹരണങ്ങൾ പറയാം. ജാമിയയുടെ സമ്മേളനത്തിൽ ഇതിൽപ്പെട്ട ചിലർ പ്രസംഗിച്ച കാലത്തോളം, വർഷാവർഷം അവർ പ്രസംഗിച്ച കാലത്തോളം ജാമിയയിൽ ബാങ്കുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ജോലി ചെയ്യുന്നതിന് തടസ്സമുണ്ടായിരുന്നില്ല. അത് സുന്നത്ത് ജമാഅത്തിന് എതിരായി ഇവർ പ്രചരിപ്പിച്ചിരുന്നില്ല. അതുപോലെ തന്നെ വാഫി സംവിധാനവുമായി ഇവർ അടുത്തിടപഴകുകയും അവിടെ പ്രസംഗിക്കുകയും അവിടെ ഇവർക്ക് വേദികളൊക്കെ ലഭിച്ചിരുന്നൊരു കാലത്ത് ഇവർ വാഫി സംവിധാനത്തെ വാനോളം പുകഴ്ത്തിക്കൊണ്ടിരുന്നു. അതുപോലെ തന്നെയാണ് ഹുദവി സംവിധാനത്തെയും. ഇപ്പോൾ അവർ അവിടെ ഇവർക്ക് ഇടമില്ലാതായിരിക്കുന്നു. അന്ന് മുതൽ അവിടെ പ്രശ്നങ്ങൾ തുടങ്ങിയിരിക്കുന്നു. ഒന്നുകിൽ ആ പറയുന്ന ഈഗോയാണ് ഇവരുടെ യഥാർത്ഥ പ്രശ്നം. അതല്ലെങ്കിൽ ഇവർ ആരുടെയൊക്കെയോ കയ്യിൽ നിന്ന് മുസ്ലിം സമുദായത്തിൻ്റെ ഈ കെട്ടുറപ്പിനെ നശിപ്പിച്ചു കളയാൻ അച്ചാരം വാങ്ങിയിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇസ്ലാമിലില്ലാത്ത നിയമങ്ങളും ഇസ്ലാമിലില്ലാത്ത സ്വർഗത്തിൻ്റെ അവകാശങ്ങളെയൊക്കെ സൃഷ്ടിച്ചെടുക്കുന്ന പുതിയ കാലത്ത് ദീൻ പറയുന്ന മുഫ്തിമാർ ഇവർക്കനുസരിച്ച് പോസ്റ്റുകൾ ഇടുകയും പ്രചരണം നടത്തുകയും ചെയ്യുമ്പോൾ അവരിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ടാണോ ഇവർ പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ സംശയിച്ചു പോകും. ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്നുകിൽ ഇവരുടെ ഈഗോയാണ്, അതല്ലെങ്കിൽ ഈ സംവിധാനത്തെ പൊളിച്ചു കളയാൻ ഇവർ ആരിൽ നിന്നൊക്കെയോ അച്ചാരം വാങ്ങിയിട്ടുണ്ട്. ഇത് വാഫിയിൽ തുടങ്ങി ഇപ്പോൾ ജാമിയയിലെത്തി നിൽക്കുന്നു. ഹുദവി സംവിധാനത്തെ ഇവർ ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നു, നിരന്തരമായി ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ സമസ്തയുടെ ചിറകുകളെ, സമസ്തയുടെ തൂണുകളെ നശിപ്പിച്ചു കളയുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യമെന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. എന്തു തന്നെ സംഭവിച്ചാലും ഞാനും എൻ്റെ ഓളും പിന്നെ തട്ടാനും എന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് ഇവർ എത്തിയിരിക്കുന്നു. ഇവരല്ലാത്തവരെല്ലാം വഹാബികളാവുക, ഇവരല്ലാത്തവരെല്ലാം സുഹാബികളാവുക, ഇവരല്ലാത്തവരെല്ലാം സുന്നത്ത് ജമാഅത്തിൻ്റെ എതിരാളികളാവുക. അങ്ങനെ അവസാനം ഞാനും എൻ്റെ ഓളും തട്ടാനും എന്ന് പറഞ്ഞ ഒരു നിലയിലേക്കാണ് ഇവർ കാര്യങ്ങളെ കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥ ലോകത്തോട് വിളിച്ചു പറയുക എന്നുള്ളത്